പാവം പിടിച്ചവൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ അവൻ്റെ ഒരു ബോധം അവന് തോന്നുന്ന അവൻ വോട്ട് ചെയ്യുമ്പോഴാണ്. ആ വോട്ട് ആ പാവം പിടിച്ചവൻ്റെ ഇല്ലാതാക്കുന്നു. എന്നിട്ട് പറയുന്നു ഇതൊക്കെ ഗിമ്മിക്കാണ്, രാഹുൽ പപ്പുവാണ്, അതാണ് ഓപ്പാണെന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടും അന്വേഷണം നടത്തണം. അല്ലെങ്കിൽ ഇത് വലിയ ഇഷ്യൂ ആവും ഇന്ത്യയിൽ. ഇതിനകത്ത് കോടതി പരിപാടിയൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ജനാധിപത്യത്തിൽ കോടതി എന്ന് പറയുന്ന അവസാന റിസോർട്ട്, അത് ലാസ്റ്റ് സ്റ്റേജിലാണ് പോകുന്നത്. ഇത് ജനാധിപത്യത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ കയറിയ ഗവൺമെൻറ്റും അതേപോലെ ഓട്ടോണമസ് ബോഡി എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനും, പ്രത്യേകിച്ച് ഗാനേഷ് കുമാർ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും പരിഹാസ്യനായ ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിട്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അയാൾ ആരവാട്ടെ, പപ്പു ആവട്ടെ, കിപ്പു ആവട്ടെ, എന്തും ആവട്ടെ, എലക്റ്റഡ് ആണ്. അതേപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് പഴയ പോലെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഭരണകക്ഷിയുമായിട്ട്. എത്ര വോട്ടിൻ്റെ ഉള്ളൂ. അതുപോലെ 2 പൊളിറ്റിക്കൽ പാർട്ടി പിന്തുണച്ചിട്ടാണ് മോദി ഗവൺമെൻറ് നിൽക്കുന്നത്. അതുപോലെ ഹാൻഡിക്യാപ്ഡാണ് അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ഗവൺമെൻറ്റിൻ്റെ അവരെ ഇലക്ഷൻ അവരുടെ ആൾക്കാർ പറയുന്നത് JP നഡ്ഡയും അതേപോലെ BJP നേതാക്കളൊക്കെ പറയുന്നത് ബേസ്ലെസ് ആണ്. ഒരാരോപണം വന്നു, സോളിഡായിട്ട് പ്രൂഫ് ഉൾപ്പെടെ പ്രസൻറ്റേഷൻ വന്നു. അതിനകത്ത് പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത് എന്താ? പെട്ടെന്ന് അതിനെപ്പറ്റി അന്വേഷണം നടത്തുക. കാരണം അന്വേഷണം നടന്നിരിക്കണം, അല്ലെങ്കിൽ ജനാധിപത്യം തീർന്നു പോകും.